ഇപ്പോൾ ഏറ്റവും അവസാനത്തെ പ്രാവശ്യം പുട്ടപർത്തി പോയപ്പോഴും എൻ്റെ അടുത്ത് ഒരു പഴയ ഡിവോട്ടി എന്നോട് പറഞ്ഞു, അപ്പോൾ ഐ ജസ്റ്റ് വാണ്ടഡ് ടു സേ സംതിങ് ജനറൽ അബൌട്ട് പ്രൊഫഷണൽ ലൈഫിൽ ആസ് എ ജഡ്ജ് ദി ഹൈക്കോർട്ട്. സ്വാമി ഒരുപാട് ഓപ്പർച്യൂണിറ്റി സർവീസ് ചെയ്യാൻ വേണ്ടി എനിക്ക് തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ നമ്മളിപ്പോൾ ഒരു ആസ് എൻ ഇൻഡിവിജ്വൽ ഒരു സർവീസ് ചെയ്യുന്നത് പോലെയല്ല. നമ്മൾ വെൻ യു ഹോൾഡ് എൻ ഓഫീസ്, ദി ഓഫീസ് ഓഫ് ദ ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട്, യു ഹാവ് ഇനഫ് ആൻഡ് മോർ ഓപ്പർച്യൂണിറ്റീസ്. ഓൺലി തിങ് ഈസ് ദറ്റ് ഈ ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ നമ്മളിത് ചെയ്യുന്നോ ഇല്ല എന്നുള്ളതാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി, എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി, ഉദാഹരണമായിട്ട് എനിക്ക് വേണമെങ്കിൽ അതെല്ലാം ഒരു കേസായിട്ട് കണ്ട് കേസായിട്ട് ഡിസൈഡ് ചെയ്ത് പോകാവുന്ന കേസുകളിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി സ്വാമിയായിട്ട് തന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ പല സിറ്റുവേഷൻ ഞാൻ പല ഒക്കേഷനിലും പലരോടൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു റെയർ ഡിസീസ് ഉള്ളൊരു കുട്ടിയും, ആ കുട്ടിയുടെ ആ റെയർ ഡിസീസിൻ്റെ മരുന്ന് ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ ആ കുട്ടിക്ക് ആ മരുന്ന് ആ കുട്ടിയുടെ പേരൻസിന് അത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. മസ്കുലർ അട്രോഫി എന്ന് പറ്റുന്ന അസുഖത്തിൻ്റെ പേര്. അപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തു. സ്റ്റേറ്റിന് ഡയറക്റ്റ് ചെയ്യണം ഈ കുട്ടിക്ക് മരുന്ന് മേടിച്ച് കൊടുക്കാൻ വേണ്ടി. സ്റ്റേറ്റിന് ഓബ്ലിഗേഷൻ ഉണ്ട്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഓബ്ലിഗേഷൻ ഉണ്ട്. ഈ കുട്ടിക്ക് മരുന്ന് മേടിച്ച് കൊടുക്കാൻ വേണ്ടി സ്റ്റേറ്റിന് ഡയറക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് റിട്ട് പെറ്റീഷൻ കൊടുത്താൽ. അപ്പോൾ ഞാൻ സത്യത്തിൽ അതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് എക്സാമിൻ ചെയ്യാം. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് ഈ മരുന്നിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ 17-18 കോടി രൂപയൊക്കെയാണ് ഈ മരുന്നിൻ്റെ വില. അപ്പോൾ സ്റ്റേറ്റ് അത് സമ്മതിക്കത്തില്ല എന്ന് എനിക്ക് തോന്നി. ബിക്കോസ് സ്റ്റേറ്റിന് അത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇതുപോലെ ഓരോ കുട്ടികളുടെ ഒരു കുട്ടിക്ക് വേണ്ടി 18 കോടി ചിലവാക്കാൻ വേണ്ടി സ്റ്റേറ്റിന് പറ്റുമോ? ബിക്കോസ് മറ്റുള്ളവർക്കും കൂടെ അവകാശപ്പെട്ടാണല്ലോ സ്റ്റേറ്റിൻ്റെ റിസോഴ്സസ്. അപ്പോൾ അതും സ്റ്റേറ്റ് സമ്മതിക്കത്തില്ല എന്ന് എനിക്ക് തോന്നി. എങ്കിലും എന്തെങ്കിലും അതിനകത്ത് ചെയ്യേണ്ട കാര്യമായിട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നിയുകൊണ്ട് ഞാനത് ഇങ്ങനെ റീറ്റെയിൻ ചെയ്തു. അത് റീറ്റെയിൻ ചെയ്തിട്ട് സ്റ്റേറ്റിൻ്റെ അടുത്ത് എന്താ ചെയ്യാം, ഇത്തരം സിറ്റുവേഷനിൽ എന്താ ചെയ്യാൻ പറ്റും. ബിക്കോസ് ഞാൻ മുമ്പ് ഇതുപോലൊരു റയർ ഡിസീസ് ഉള്ളൊരു കുട്ടി, ഒരു പോംപേ എന്ന രസമുള്ളൊരു കുട്ടിക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു കേസിന് വേണ്ടി ഒരു മരുന്ന് മേടിച്ച് കൊടുക്കാൻ വേണ്ടി സ്റ്റേറ്റിനെ ഡയറക്റ്റ് ചെയ്യും. അതനുസരിച്ചിട്ട് സ്റ്റേറ്റ് അത് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷേ എമൗണ്ട് വലുതായതുകൊണ്ട് നടക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. എങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ഒരു 3-4 ദിവസത്തേക്ക് അഡ്ജൻ ചെയ്തു. 3 ദിവസം കഴിഞ്ഞ് കേസ് വന്നപ്പോഴത്തേക്ക് ഈ കുട്ടിയുടെ ലോയർ പറഞ്ഞു, കുട്ടി മരിച്ചുപോയി, ഇനിയിപ്പം കാര്യമൊന്നുമില്ല. കുട്ടി മരിച്ചുപോയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമായി. നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. ഞാനായിട്ട് 3 ദിവസം മാറ്റി കുട്ടി മരിക്കുകയും ചെയ്തു. പിന്നെ ഒന്നും ചെയ്യേണ്ടതില്ല. അപ്പം പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് പറഞ്ഞുകൊണ്ട് ഇനി കേസും ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞു. അന്ന് രാവിലത്തെ പത്രത്തിൽ ഒരു ന്യൂസ് കണ്ടു. ഈ കുട്ടിയുടെ അച്ഛൻ ഹൈക്കോടതി കേസുമായിട്ടൊക്കെ പോയിട്ടുണ്ട്. ബട്ട് ഇൻ ദ മീൻവെൽ അവിടുത്തെ 2-3 ലോക്കൽ MLA ഈ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് അവർ പണം കളക്ട് ചെയ്യുന്നുണ്ട്. അവരും പണം കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പണം കളക്ട് ചെയ്യുന്ന ഒരുപാട് പൈസ അവർ കളക്ട് ചെയ്യുന്നൊക്കെ ന്യൂസ് ഉണ്ട്. അപ്പോൾ ഞാൻ ചുമ്മാ ഗവൺമെൻറ്റിനോട് ചോദിച്ചിട്ടു, അവരങ്ങനെ ഒരുപാട് പൈസ കളക്ട് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഗവൺമെൻറ് ലീഡർ പെട്ടെന്ന് പറയുന്നത് അവർ പൈസ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പൈസ എത്രയും പെട്ടെന്ന് കളക്ട് ചെയ്ത് ആൾക്കാർക്ക് തിരിച്ചു കൊടുക്കാൻ പറയണം. അതൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ഐഡിയ തോന്നി. എന്തായാലും അവരെ രണ്ടുപേരെയും അപ്പോൾ പത്രത്തിലന്ന് കണ്ട 15-20 കോടി രൂപ അവർ കളക്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി, ഇവരെന്തായാലും ഇത്രയും പൈസ കളക്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഇവർ കളക്ട് ചെയ്ത പൈസ ഈ റോഡ് സൈഡിൽ ബക്കറ്റൊക്കെ വെച്ച് കളക്ട് ചെയ്ത പൈസയാണ്. അപ്പോൾ ഇതൊന്നും കണ്ട് തിരിച്ചു കൊടുക്കാനൊന്നും പറ്റത്തില്ല. തിരിച്ചു കൊടുക്കാൻ പറ്റില്ല ഇത്. അപ്പോൾ സത്യത്തിൽ നിയമം എന്ന് പറഞ്ഞാൽ ഈ പൈസക്ക് തിരിച്ചു കൊടുക്കണം. ഒരു പർപ്പസിന് വേണ്ടി കളക്ട് ചെയ്താൽ ആ പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് തിരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. എന്നാൽ നമുക്ക് എന്തെങ്കിലും മറ്റുള്ള ഇത്തരം കുട്ടികൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പെട്ടെന്നൊരു ഐഡിയ തോന്നി എനിക്ക്. അങ്ങനെ ഐഡിയ തോന്നി ആ 2 MLA ഒന്ന് റിക്വസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. കോടതി എന്നൊരു നോട്ട് റിക്വസ്റ്റ് ചെയ്ത് അവരൊന്ന് അപ്പിയർ ചെയ്യാമെന്ന് ചോദിച്ചു. അവരെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അവർക്ക് കാര്യമൊന്നുമില്ല. അവർ റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവർ 2 വന്നു. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എത്ര പൈസ കളക്ട് ചെയ്തു? ഒരാൾ പറഞ്ഞ് 37-38 കോടി കളക്ട് ചെയ്തു, വേറൊരാൾ പറഞ്ഞ് 10-15 കോടി കളക്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഈ ഇത്രയും പൈസ നിങ്ങൾ കോടതിയുടെ കൺട്രോളിലേക്ക് തരുമെങ്കിൽ നമുക്ക് ഇതുപോലുള്ള കുട്ടികളെ കണ്ടുപിടിച്ച് അവർക്കൊരു പെർമനൻറ്റ് ട്രീറ്റ്മെൻറ്റ് ഒരു മെക്കാനിസം ഉണ്ടാക്കിയാൽ നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യും. ഞങ്ങൾ കോപ്പറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്കിത് ഗവൺമെൻറ്റിന് തിരിച്ചു കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന പൈസയാണ്, വേണമെങ്കിൽ കോടതി വരെ ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ വളരെ സിൻസിയർ ആയിട്ടുള്ളൊരു ഗവൺമെൻറ് ലീഡർ ആ കേസുണ്ട്. അയാൾ പറഞ്ഞു, ഞാൻ ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷൻ എടുത്തൊന്ന് സംസാരിക്കട്ടെ, ഇതിനകത്ത് എന്താ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് മറ്റവരുടെ കമ്മിറ്റ്മെൻറ്റും കിട്ടി. 2 ദിവസം കഴിഞ്ഞപ്പം ഗവൺമെൻറ് ലീഡർ 2 ദിവസം കഴിഞ്ഞ് കേസ് വെച്ചപ്പോൾ വീണ്ടും ഗവൺമെൻറ് ലീഡർ ഒന്ന് പറഞ്ഞു, ഈ സത്യത്തിൽ ഈ 17 കോടി 20 കോടി 30 എന്ന് പറയുന്ന മരുന്നുകളൊന്നും വലിയ എഫക്റ്റീവ് ഒന്നുമല്ല. പക്ഷേ ആകെ എഫക്റ്റീവായിട്ടുള്ള മെഡിസിൻ എന്ന് വെച്ചാൽ ഒരു 8-9 ലക്ഷം വിലയുള്ള 1-2 മെഡിസിൻ വളരെ എഫക്റ്റീവാണ്. പക്ഷേ അത് കുറച്ച് സമയം അഡ്മിനിസ്റ്റർ ചെയ്യണം. ഈ കുട്ടികൾക്ക് പെട്ടെന്നൊരു റിലീഫൊന്നും കിട്ടത്തില്ല. ഒരു ലോങ്ങർ 1-2 വർഷം ടെന്യൂറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ബെനിഫിറ്റ് കിട്ടും. അങ്ങനെയാണ് ഞാൻ ഗവൺമെൻറ് അടുത്ത് പറഞ്ഞു, ഈ അസുഖമുള്ള കേരളത്തിലെ മുഴുവൻ കുട്ടികളെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവർ ഈ കേരളത്തിലെ മുഴുവൻ കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്തു.
അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തപ്പോൾ അവരുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് 50ഓളം കുട്ടികൾക്ക് ഈ ചികിത്സ കൊടുത്താൽ അവർ ഭാവിയിൽ രക്ഷപ്പെടും എന്നൊരു ഒരു റിപ്പോർട്ടുമായിട്ട് അവർ വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഈ MLA-മാരുടെ പൈസ പിടിച്ച് ഗവൺമെൻറ്റിലേക്ക് കൊടുത്തിട്ട് ആ പൈസ എക്സ്ക്ലൂസീവായിട്ട് റീറ്റെയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഈ 50ഓളം കുട്ടികൾക്ക് അവരുടെ മരുന്ന് പെർപ്പച്വലായിട്ട് കൊടുക്കാൻ പറഞ്ഞു. അവർ കഴിഞ്ഞ 6-7 വർഷമായിട്ട് ആ മരുന്ന് അവർ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് സത്യത്തിൽ ഇത് സ്വാമി കാണിച്ചൊരു മിറക്കിളായിട്ടാണ് സത്യത്തിൽ എനിക്ക് തോന്നിയത്. ബിക്കോസ് ഇതിങ്ങനൊരു അവസരം വന്നു. ഇങ്ങനെ അവസരം വരുന്നു. സാധാരണഗതിയിൽ ഇപ്പം സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ പൈസ ഇല്ല എന്നുള്ളൊരു വലിയ ഇഷ്യൂ ആണ്. പല കാര്യങ്ങൾക്ക് ഒരുപാട് സോഷ്യൽ വെൽഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിലും പലതിനും സ്റ്റേറ്റ് ഗവൺമെൻറ് പണമില്ല. അപ്പം നാച്ചുറലി ഇതൊന്നുമില്ലാത്ത ഞാനൊരു വെറും ഇൻഡിവിജ്വൽ, എനിക്ക് ഈ 50ഓളം കുട്ടികൾക്ക് 5 വർഷത്തോടുകൂടി ഇത്രയും വലിയൊരു റെയർ ഡിസീസിന് മരുന്ന് കൊടുക്കാനായിട്ട് കഴിയുമെങ്കിൽ അതൊരു ഭയങ്കര മിറക്കലല്ലേ. മിറക്കൽ വേറൊരാളാണ് ഇത്രയും പണം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റൂ. ഇത് എവിടുന്നോ പണം വന്നു, ആരോ കളക്ട് ചെയ്തു, അത് കറക്റ്റായിട്ട് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു, ആ കുട്ടികൾക്ക് ബെനിഫിറ്റഡ് ആയി. അപ്പോൾ ഈ സംഭവത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇപ്രാവശ്യം പുട്ടപർത്തി പോയപ്പോൾ ഞാൻ ഇതൊരു സ്വാമിയുടെ ഒരു മിറക്കളായിട്ട് പറയാമെന്ന് വിചാരിച്ചപ്പോഴാണ് അന്ന് രാവിലെ എൻ്റെ അടുത്തൊരു പഴയ കൊല്ലത്തൊരു ഡിവോട്ടി പറഞ്ഞു, അങ്ങനെയല്ല, സുരേഷിൻ്റെ പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഇന്ന് വൈകുന്നേരം സ്പീച്ചിൽ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാൻ വേണ്ടിയൊന്നുമില്ല. ഞങ്ങൾ എപ്പോഴും പറയും ശരിക്കും പേഴ്സണലായിട്ട് ഒരുപാട് ഇങ്ങനെ എടുത്തെടുത്ത് പറയാനുള്ള വലിയ എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും നമുക്ക് എപ്പോഴും സ്വാമിയുടെ ആ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അത് തുടക്കം തൊട്ടേ അങ്ങനെയാണ്. അതുകൊണ്ട് എപ്പോഴും വിചാരിക്കും കൂടുതലും മിറക്കൽ വേണ്ട, ഈ ഒരു പ്രൊട്ടക്ഷൻ അവസാനം വരെ ഞങ്ങൾക്ക് കിട്ടണം. അത് മാത്രമേ എന്നും പ്രാർത്ഥിക്കാറുള്ളൂ സ്വാമിയുടെ അടുത്ത്. ആ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ആ ഒരു ഫീല് അവസാനം വരെ ഞങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ശരിക്കും ഇവൻ ഫസ്റ്റ് ടൈം സുരേഷ് ജഡ്ജായി ഞങ്ങൾ അവിടെ പോയപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചപ്പോഴും അത് തന്നെയാണ് പ്രാർത്ഥിച്ചത്. ഒരു വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് എടുത്ത് വെക്കുന്നത് എന്ന് നല്ലോണം അറിയാം ഈ ഒരു ജോലിയിൽ. അതുകൊണ്ട് എടുക്കുന്ന ഡിസിഷൻസ് ഒന്നും തെറ്റരുത്, എല്ലാത്തിനും സ്വാമി കൂടെ ഉണ്ടാവണം എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. ഫസ്റ്റ് ജഡ്ജായ ആ വർഷത്തെ ഓണം അവിടെയായിരുന്നു. ശരിക്കും ഫസ്റ്റ് കോൾ അവിടേക്കായിരുന്നു, പുട്ടപർത്തിയിലായിരുന്നു. ഫസ്റ്റ് ഓണം ഞങ്ങൾ അവിടെയായിരുന്നു. അപ്പം ഞാൻ ഇപ്രാവശ്യം ഞങ്ങൾ മെയ്യിലൊന്ന് പുട്ടപർത്തി പോയി. അപ്പോൾ സുരേഷ് പറഞ്ഞു വേണ്ട, ആരോടും പറയണ്ട, നമുക്ക് ഒരു ഇതും വേണ്ട, നമുക്ക് മിണ്ടാണ്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കാറിൽ ഡ്രൈവ് ചെയ്ത് തവണ പോയി. എങ്കിലും അവിടെ ഒന്ന് ഫ്രഷ് ആവാനുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ പ്രതീക്ഷിൻ്റെ അടുത്ത് പറഞ്ഞ് ഞങ്ങൾ ഒന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ പറഞ്ഞു. അന്ന് പോയി ഞങ്ങൾ മോനും വൈഫും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പോയി ദർശനം കഴിഞ്ഞു. അന്ന് വൈകുന്നേരം ഞങ്ങൾ തിരിച്ചു വന്നു. അന്ന് സമാധി തൊഴുത് ഇങ്ങനെ തിരിച്ചു വന്നപ്പോൾ ഞാൻ സുരേഷിൻ്റെ അടുത്ത് പറഞ്ഞു നെക്സ്റ്റ് ഇയർ ഓണം ആകുമ്പോഴത്തേക്ക് യു വിൽ ബി റിട്ടയർഡ്. ശരിക്കും അപ്പോൾ ഈ വർഷത്തെ കോള് മിക്കവാറും നിങ്ങൾക്കായിരിക്കും എൻ്റെ മനസ്സിൽ അവിടെ വെച്ച് തോന്നി. ഞങ്ങളിവിടെ വന്ന് കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കോൾ വന്നു, വരാമോ ഓണത്തിനെന്ന് ചോദിച്ചാൽ. അപ്പോൾ സുരേഷ് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് വിളിച്ചില്ലെങ്കിലും ഇപ്രാവശ്യം നമുക്ക് ഓണത്തിന് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ സ്വാമി സമ്മതിക്കത്തില്ല നമ്മൾ വെറുതെ പോകാനായിട്ട്. കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കോള് വന്നു, ഗസ്റ്റായിട്ട് ഒരു ദിവസം വരാനായിട്ട് പറഞ്ഞു. അങ്ങനെയാണ് ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ പുട്ടപർത്തി വിസിറ്റും ഓണം അവിടെയായിരുന്നു. അടുത്ത ഓണത്തിന് മുമ്പ് ഞങ്ങൾ റിട്ടയർമെൻ്റ് ആണ്. അപ്പം അതും ഒരു സ്വാമി തരുന്നതാണ്. ശരിക്കും കൊച്ചു കാര്യങ്ങളാണെങ്കിലും നമുക്ക് ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റും. ശരിക്കും സുരേഷ് ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളാണ്, ഒരുപാട് സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യുന്ന ആളാണ്. അപ്പം എല്ലാ യാത്രയ്ക്കും എപ്പോഴും വിചാരിക്കും സ്വാമി കൂടെയുണ്ട്. ഇപ്രാവശ്യം അത് ഒരു യാത്രയുടെ കാര്യം പറഞ്ഞു. അത് എവിടെ പോയതായിരുന്നു? മലേഷ്യയിൽ ലങ്കാവി എന്നൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു യാത്ര പോയി. അപ്പോൾ എൻ്റെ ഒരു ട്രാവൽ ടീമുണ്ട്. അതാണ് ഇപ്രാവശ്യം ഞാൻ അതുകൊണ്ട് ഇപ്പോൾ രാവിലെ മറ്റൊരു വോട്ട് പറഞ്ഞപ്പോൾ തന്നെ വൈകുന്നേരം അത് ഷെയർ ചെയ്തു. കൊല്ലത്തെ ഞങ്ങളുടെ ഒരു ലോയറാണ് വിജയകുമാർ. അപ്പോൾ അദ്ദേഹം എന്നോട് എൻ്റെ പേഴ്സണൽ അനുഭവങ്ങൾ എന്തെങ്കിലും പറയണമെന്ന് പറഞ്ഞപ്പം ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ അത് കണ്ട് അങ്ങനെ അത് ലങ്കാവിൽ ഒരു ട്രിപ്പ്, അത് 2007 മറ്റേ വക്കീലായിരിക്കുമ്പോഴാണ്. 2007 മറ്റേ അവിടെ പോയി. അപ്പോൾ പോയപ്പോൾ സത്യത്തിൽ എൻ്റെ കൂടെയുള്ള എൻ്റെ ട്രാവൽ മേറ്റ്സ് ആണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്. അവരെന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യും, അവരെന്നെ എല്ലാം തീരുമാനിക്കും, എൻ്റെ അടുത്ത് ഡേറ്റ് പറയും. അപ്പോൾ നമ്മൾ അന്ന് പ്രൊഫഷണൽ ഇച്ചിരി ബിസി ആയിരുന്നുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും ആലോചിച്ചില്ല. അവരുടെ ഒരു ഡിസിഷന് വിട്ടുകൊടുത്തു. അങ്ങനെ പോയി ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളെല്ലാവരും 45-40 വയസ്സുള്ളവരാണ്. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ഓരോ ആക്ടിവിറ്റി ഇല്ല, വളരെ ഒരു ഡൾ പ്ലേസ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും 2 ദിവസത്തേക്കാണ്. അത് കഴിഞ്ഞ് വി വോണ്ടഡ് ടു ഗോ ടു ഹോങ്കോങ് വിട്ട് പോകണത്. അപ്പോൾ 2 ദിവസം നമുക്കിവിടെ സംസാരിച്ചൊക്കെ ഇരിക്കാം, എന്നിട്ട് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ വൈകുന്നേരം അപ്പോൾ ചെന്നപ്പോൾ നല്ല ക്ഷീണമായിരുന്നു, മുറി കിടന്ന് ഉറങ്ങി. വൈകുന്നേരം 6-7 മണിയാകുമ്പോൾ ഇറങ്ങിയിട്ട് നമുക്കൊന്ന് ഡൗൺ ടൗൺ വരെ പോകാം, ചുമ്മാ അവിടെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് വരാം, ഹോട്ടലിൽ കഴിക്കണം. ഹോട്ടൽ കുറച്ച് ഒരു ബീച്ച് റിസോർട്ടായിരുന്നു. ഹോട്ടൽ റിസപ്ഷൻ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞിട്ട് അത് ടൗണിലേക്ക് പോകാനായിട്ട് ഒരു 5 മിനിറ്റ്സ് നടന്നാൽ 10 മിനിറ്റ്സ് നടന്നാൽ വൈകുന്നേരം ഈവനിങ് വാക്ക് ആവട്ടെ എന്ന് നടന്നു. ഞങ്ങൾ 4 പേര് 3 പേര് നടന്നു പോകാം. 10 മിനിറ്റ്സ് ആയി, 20 മിനിറ്റ്സ് ആയി, ഹാഫ് ആൻ അവർ ആയിട്ട് ഈ സ്ഥലം എത്തുന്നില്ല. ലോൺലി പ്ലേസ്. ഇത് ഒരാളെയും കാണുന്നില്ല. ഒരു റോഡുണ്ട് മാത്രമേ ഉള്ളൂ.
കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇരുട്ടായി, കംപ്ലീറ്റ് ആയിട്ട് ഡാർക്കായി, കാണാനില്ല. അപ്പോഴാണ് മനസ്സിലായത് സ്ട്രീറ്റ് ലൈറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു മലേഷ്യ പോലെ ഒരു ഡിഫറെൻറ്റ് രാജ്യത്തിന് ഞങ്ങൾ 4 പേർ റോഡിൽ, ഒരാളെ കാണാനില്ല, ഒരു വീടും ആ ഭാഗത്ത് കാണാനില്ല. കുറച്ചും പോയപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് തിരിച്ചു പോകാം. 4 പേരായപ്പോൾ 2 അഭിപ്രായം, ഇല്ല നമ്മൾ ഇവിടം വരെ വന്നില്ല, നമ്മൾ ഇത്രയും നടന്നില്ലേ, മുമ്പോട്ട് പോകാം. അപ്പോഴത്തേക്ക് നല്ല റിച്ച് ഡാർക്കായി. കുറച്ചും കൂടെ പിന്നെ മുമ്പോട്ട് പോയപ്പോഴത്തേക്ക് നമുക്ക് ഒരു ലൈറ്റ് കണ്ടു, ഒരു സംഭവം. അപ്പോൾ സത്യത്തിൽ പേടിച്ചു, റിയലി പേടിച്ചു. കാര്യം ഇതുപോലെ അവിടെയൊക്കെ ഞങ്ങൾ സംഭവത്തിൽ എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നൊക്കെ ഉള്ളൊരു പേടിയായി. നമ്മളൊരു ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് എല്ലാത്തിനും ഒരു ആക്സസ് ഉണ്ട്. ഒരു ഫോറിൻ രാജ്യം എന്ന് വെച്ചാൽ എല്ലാം ഡിഫറെൻ്റ് ആണല്ലോ. നമ്മൾ പറയുമ്പോൾ പോകുന്ന മരുന്നൊക്കെ വളരെ സിമ്പിളാണെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത്, ബട്ട് ഇഫ് സംതിങ് ഹാപ്പൻസ് ദെയർ ദെൻ ദി ഹോൾ തിങ് എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നടക്കില്ല. അങ്ങനെ ഒരു ലൈറ്റ് കണ്ടു. അപ്പോൾ ഇനി ഞങ്ങൾ ആ ലൈറ്റ് ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് നടന്നു തുടങ്ങി. അപ്പോൾ അത് വേറെ, ഞങ്ങൾ പോകുന്ന ഡയറക്ഷനിലായിരുന്നില്ല, കുറച്ച് ഡൈവേർട്ട് ചെയ്ത ഡയറക്ഷനിലാണ് ഒരു ലൈറ്റ് കണ്ടത്. അങ്ങനെ ആ ലൈറ്റ് മുന്നോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ലൈറ്റ് ഒരു സ്വാമിയുടെ ഒരു വലിയ പിക്ചറിൻ്റെ മുകളിലുള്ള ലൈറ്റാണ്. പിക്ചറിൻ്റെ മുകളിൽ, സ്വാമിയുടെ പിക്ചറിൻ്റെ മുകളിലുള്ള ലൈറ്റാണ്. അതൊരു വീടിൻ്റെ ഒരു അകത്തേക്ക് കയറുന്ന സ്ഥലത്ത് സ്വാമിയുടെ, ഇപ്പോൾ എൻ്റെ വീട്ടിൽ വച്ചിരിക്കുന്ന ഒരു പടം വെച്ചിരിക്കുകയാണ്, അതിൻ്റെ മുകളിൽ ഇട്ടിരിക്കുന്ന ലൈറ്റാണ്. അപ്പോൾ ആ വീടിന് അടുത്തോട്ട് ചെന്നപ്പോൾ അവിടെ കുറച്ച് ആൾക്കാരെയൊക്കെ കണ്ടു. അപ്പം പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ആ വീട്ടിലേക്ക് പോയില്ല. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞ് അതിൻ്റെ തൊട്ടടുത്താണ്, അതിന് യു ക്യാൻ ജസ്റ്റ് ഒരു പുതിയ വഴി കാണിച്ചു തന്നു. അതുവഴി ഞങ്ങൾ ടൗണിലെത്തി. പിന്നെ തിരിച്ച് ടാക്സി വിളിച്ച്. എവിടെയൊക്കെ നമ്മൾ ട്രാവൽ ചെയ്താലും എവിടെയെങ്കിലും സ്വാമിയുടെ ഒരു ഇൻഡിക്കേഷൻ, അത് ഇന്ത്യക്കകത്താലും ഇന്ത്യക്ക് പുറത്ത് പോയാലും. ഈ അടുത്ത് ഞങ്ങളിങ്ങനെ തവാങ് അരുണാചൽ പ്രദേശ് പോയപ്പോഴും ഇതുപോലെ, ഒന്നാമത് ഹൈ ഓൾട്ടിറ്റ്യൂഡ് പോണ സ്ഥലങ്ങളാണ്. അപ്പോൾ എനിക്കിത്തിരി വിസിങ് ഒക്കെ ഉള്ള കാരണം പേടിയായിരുന്നു പോകാനായിട്ട്. എങ്കിലും ഞങ്ങൾ പോയി. അതെങ്കിൽ ഞങ്ങൾ ഒരു മിലിറ്ററി ഗസ്റ്റ് ഹൗസ് ആയിരുന്നു. കറക്റ്റ് ആ ഗസ്റ്റ് ഹൗസിന് മുമ്പ് ചെന്നപ്പോൾ SSB ഗസ്റ്റ് ഹൗസ്. അപ്പോൾ നമ്മൾ ശ്രീ നോക്കൂ സത്യസായി ബാബ, നമുക്കെല്ലാം അങ്ങനെ കണക്ട് ചെയ്യണോണ്ട് അത് കണ്ടപ്പോൾ നമുക്കൊരു റിലീഫാണ്. ശരി, അങ്ങനെയുള്ള പേരുകളും അല്ലെങ്കിൽ അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ഞങ്ങളൊരു ക്രൂസിന് പോയ സമയത്ത് ക്രൂസിനകത്ത് എൻട്രി ചെയ്തപ്പോൾ സ്വാമിയുടെ ഒരു ഫോട്ടോ. അപ്പോൾ നമുക്കൊരു ഭയങ്കര കോൺഫിഡൻസ് ആ സമയത്ത് കിട്ടുന്നത് ശരിക്കും. അതുപോലെ ഞങ്ങൾ അന്ന് അതിന്റെ മേളിൽ നമ്മൾ ആ സ്ഥലത്തിന്റെ പേര് നമ്മൾ അത് ഞങ്ങൾ തവാങ്ങിലേക്ക് പോകുന്ന വഴി, അതിന്റെ ഒരു ബോർഡർ, ചൈന ബോർഡറിലേക്ക് പോകുന്ന വഴി ഒരു വേറെ ഡിഫറെന്റ് അപ്പൊ ആ സെലാപാസിൽ പോകുന്ന വഴി ഭയങ്കര വീതി കുറഞ്ഞ വഴിയാണ്. വീതി കുറഞ്ഞ വഴിയാണെന്ന് മാത്രമല്ല ഫുൾ ഫോഗാണ്, ഏകദേശം അതിൻ്റെ ഒരു അവിടെ സെലാപാസ് എത്തുന്നതിന് ഒരു മണിക്കൂർ മുമ്പ്, ഒരു അരമണിക്കൂർ മുമ്പായപ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി റോഡ് മൊത്തം മിസ്റ്റ് വന്നിട്ട് റോഡ് കാണാൻ ഞാൻ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. അല്ല, എൻ്റെ ഫ്രണ്ടിൽ ഒരാൾ ഇരിപ്പുണ്ട്, ഞങ്ങളൊക്കെ തൊട്ട് ബാക്കിലിരിക്കുകയാണ്. ഫ്രണ്ടിലിരിക്കുന്ന ആൾ പേടിച്ചു പോയി. ബിക്കോസ് ഭയങ്കര കൊക്കയാണ് അത്. അപ്പൊ ഈ ഡ്രൈവർ ഇസ് ഓൾസോ, പിന്നെ ഗൗഹാട്ടിയിൽ നിന്ന് വിളിച്ച ഡ്രൈവർ, അയാൾ ഈസ് നോട്ട് ഫെമിലിയർ, അവിടെ ആ ഭാഗത്ത് ഫെമിലിയർ അല്ല. അപ്പോൾ അയാളുടെ മുഖത്ത് ഞാൻ നോക്കുമ്പോൾ അയാൾക്കൊരു പേടിയുണ്ട്. എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾ അതിനേക്കാളും പേടിച്ചിരിക്കുന്നു. ബിക്കോസ് ഞങ്ങൾക്ക് റോഡ് കാണാൻ വയ്യ. പക്ഷെ റോഡ് നമുക്ക് വണ്ടി നിർത്താൻ പറ്റില്ല. നിർത്തിയ ബാക്കിലെ വണ്ടി ഒന്നും ഇടിക്കും. ബിക്കോസ് അവർ കാണാൻ വരെയല്ലേ. ഈ ഫോഗ് ലാമ്പുള്ള വണ്ടിയൊന്നുമല്ല. അപ്പൊ സത്യത്തിൽ റിയലി പേടിച്ചു. ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇനി മേലെ വരരുതെന്നൊക്കെ തീരുമാനിച്ചതാ. ഇത് വന്നു ഇനി മേലെ അപ്പൊ ഞങ്ങള് അകത്തുള്ള കമ്മ്യൂണിക്കേഷൻസ്, ഞങ്ങൾ സംസാരങ്ങളൊക്കെ നിന്ന് പേടി തുടങ്ങി. എല്ലാവർക്കും പേടിയായി. മറ്റവനിങ്ങനെ വളരെ പേടിച്ച് വിഷമിച്ച് ഇങ്ങനെ വണ്ടി ഓടിക്കുന്നു വെച്ചാൽ ഒരു 3-4 ഫീറ്റ് പോലും വിസിബിലിറ്റി ഇല്ല. കറക്റ്റ് ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഫ്രണ്ടിൽ ഒരാൾ വന്ന് ഒരു ഹസാർഡ് ഇട്ട് ഒരു കാർ ഇങ്ങനെ പോകുന്നു. ഒരാൾ വരുന്നു. അയാൾ എങ്ങനെ ഫ്രണ്ടിൽ കയറി എനിക്കറിയില്ല. ബിക്കോസ് 2 സൈഡ് ഞങ്ങൾക്ക് കാണാൻ വയ്യ. ഇത് എങ്ങനെ, അപ്പൊ അയാൾ എങ്ങനെ കണ്ടു എന്ന് പോലും നമുക്ക് വിശ്വസിക്കാൻ വയ്യ. അയാൾ ഇങ്ങനെ ഫ്രണ്ടിൽ വന്ന് കയറി. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു അയാളുടെ പുറകെ പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അയാളുടെ പുറകെ പോയിച്ചാൽ അയാൾ കുറച്ച് എക്സ്പീരിയൻസ്, അയാളുടെ പുറകെ തന്നെ ഇവൻ വളരെ കഷ്ടിച്ച് കൊണ്ടുപോയി. സത്യത്തിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സെലാപാസിൽ എത്തി. സെലാപാസിൽ എത്തിയപ്പോഴും ഒന്നും കാണാൻ വയ്യ. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും മിസ്റ്റൊക്കെ പോയി. എല്ലാം ക്ലിയർ ആയി. ഒരു വണ്ടർഫുൾ സീനറിയിലേക്ക് എത്തി. ബ്യൂട്ടിഫുൾ സ്പോട്ട്. അപ്പൊ എഗെയിൻ അപ്പോഴാണ് സത്യത്തില് നമ്മൾ എപ്പോഴൊക്കെ നമുക്കൊരു ലൈഫിൽ ഒരു പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന അപ്പോഴൊക്കെ സ്വാമി ഒരു പ്രൊട്ടക്ടറായിട്ട് വരാറുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു.